ട്ടെ യഥേഷ്ടം സന്ദർശന സ്ഥലങ്ങളിൽ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഈ ഒന്നിനാത്രം പോന്ന പ്രായപൂർത്തിയെത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളും സുഖിക്കുകയാണ്, സല്ലപിക്കുകയാണ്. വർത്തമാനം പറഞ്ഞവർക്ക് വല്ലാത്തൊരു ഫ്രീഡമാണ് കിട്ടിയത്. നമ്മൾ അവിടെ ആദ്യമായി ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു സിയാറത്തില്ല, അങ്ങനെ ഒരു പോക്കില്ല, അങ്ങനെ ഒരു യാത്രയില്ല. സാധാരണ സഹോദരിമാര് നമ്മുടെ മഖാമുകളിലേക്ക് സിയാറത്തിന് വരുന്നതിന് നിബന്ധനയുണ്ട്. അന്യ സ്ത്രീ പുരുഷന്മാര് അവരെ ഒരുമിച്ച് കൂടാൻ പാടില്ല, ഒപ്പം നിന്ന് കലരാൻ പാടില്ല, സുരക്ഷിതമായ വാഹനത്തിൽ വരണം. അതേ, വന്നിട്ട് നല്ല മറയോടെ വരണം, എന്നിട്ട് സിയാറത്ത് ചെയ്ത് തിരിച്ചു പോകണം. അതല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോലും പഠിപ്പിച്ചത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിൽ തങ്ങൾ അന്ത്യവിശ്രമത്തിന് സ്ഥലം കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വിരോധമില്ല. അതിന്റെ മറ്റേ മുറിയിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ താമസിക്കുന്നത്. പിന്നീട് അവിടത്തേക്ക് വരുന്നത് ഉപ്പയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. കുറച്ചുകൂടി വർഷങ്ങൾക്ക് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വന്നത് കിടക്കുന്നത് ഖബറിലാണ് സഹോദരങ്ങളെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അവരുള്ള ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്ന മുറിയിൽ നിന്ന് ഒന്ന് ഇറങ്ങുമ്പോൾ പൂർണ്ണമായും എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറച്ചിട്ടല്ലാതെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാറില്ല. ഹയാഅം മിൻ ഉമറ, ഉമർ തങ്ങളുണ്ടല്ലോ, അതൊരന്യ പുരുഷനാണല്ലോ, വലിയ വലിയല്ലേ, അള്ളാഹു വലിയ സ്ഥാനമാനങ്ങൾ നൽകിയ വലിയ മഹാനുഭാവനല്ലേ. ആ ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഒരു മുറിയിൽ നിന്ന് ഈ മഹാന്മാർ അന്തിയുറങ്ങുന്ന മുറിയിലേക്കൊന്ന് കിടക്കുമ്പോഴേക്ക് പുറത്താരും വന്നവിടെ കാണാനില്ല, ആരും അകത്തേക്ക് നോക്കാനില്ല. എന്നാലും സൂക്ഷിക്കുന്നൊരു സൂക്ഷ്മഭാവം കണ്ടില്ലേ, എന്റെ ശരീരം മുഴുവനും മറച്ച് ഭദ്രമാക്കിയിട്ടല്ലാതെ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കാറില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ടല്ലോ എന്നൊരു നാണമാണ്. ഉമ്മമാരടക്കം സഹോദരിമാരടക്കം അങ്ങനെ യാത്രക്ക് അവർക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, പോകാൻ നല്ല ഒരുക്കമാണ്. അങ്ങനെ സഹോദരിമാർക്ക് മാത്രം സഹോദരങ്ങളെ ഈ രൂപത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ ഘടിപ്പിച്ചുകൊണ്ട് അതിനൊരു പേരും ഫാമിലി ടൂറ്. അങ്ങനെ അന്യോന്യം കാണാനും സംസാരിക്കാനൊക്കെ പറ്റുന്നൊരനുഭവം ഇസ്ലാമിലില്ല. എന്തേ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കാതിരുന്നത്? സ്വന്തം ഭർത്താവിനേക്കാൾ കൂടുതൽ സുഖവും സന്തോഷവും കിന്നാരവും ഏതെങ്കിലും ഒരാണിൽ നിന്ന് എപ്പോഴെങ്കിലും ഒന്ന് സുഗമമായി അനുഭവിക്കുമ്പോ ഭർത്താവിനെ വേണ്ടെന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ എപ്പോഴെങ്കിലും ഒന്ന് തീരുമാനിച്ചു പോയാൽ ഈ രൂപത്തിലുള്ളൊരു സമ്പർക്കം അതിന് ഇടവരുത്തരുത്. ഈ രൂപത്തിലുള്ള യാത്ര അതിനൊരു കാരണമാകരുത്. വിശുദ്ധ ഇസ്ലാം അതിലൂടെ കാണുന്ന കാഴ്ചപ്പാട് പരിശുദ്ധിയുടെ കാഴ്ചപ്പാടാണ്. ആ രൂപത്തിലുള്ള സമ്പർക്കം കൊണ്ടൊരു കേടും ജീവിതത്തിൽ വന്നു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ വിഷയങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ചവരാകൂല, ഖുർആന് പൂർണ്ണമായി സ്വീകരിച്ചവരാകൂല, അക്രമം ചെയ്തവരാകും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കരുതലോടെ ശ്രദ്ധിച്ച വിഷയങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഒരു പ്രശ്നമല്ലാതെയായി വളർന്നു വരുന്നു. നിങ്ങൾ കണ്ടില്ലേ, പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സഹോദരി, സഹോദരിയുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷൻ, രണ്ടും അല്ലാഹു ശപിച്ച വിഷയമല്ലേ? ലഅനല്ലാഹുൽ മുതശബ്ബിഹീന ബിന്നിസാ വൽ മുതശബ്ബിഹാതി ബിർരിജാൽ. പുരുഷന്മാരോട് സാദൃശ്യമാകുന്ന സ്ത്രീകളെയും സ്ത്രീകളോട് സാദൃശ്യമാകുന്ന പുരുഷന്മാരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. സ്ത്രീകൾ ഒരിക്കലും പുരുഷവേഷം ധരിക്കരുത്.
അപ്പൊ ചിലര് പറയും അതൊരു ഒരു 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 സങ്കുചിത്വമാണ്, ഒരു സ്വാർത്ഥതയാണ്, അത് ഒരു 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 വല്ലാത്ത എന്ത് വാദം എന്ന് പറഞ്ഞു, ഭീകരവാദം, വേറെന്തൊരു വാദം എന്നൊക്കെ പറയും. അത് അവനവന്റെ ജീവിതത്തിന്റെ സ്വകാര്യതക്കുള്ള സംശുദ്ധിയാണ്. ഏറിയാൽ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണ് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനൊക്കെ എളുപ്പം അങ്ങനെയാണ്. അതുകൊണ്ട് ആരോഗ്യപരമായും സാംസ്കാരികപരമായും ആത്മീയപരമായും വരുന്ന ദുരന്തങ്ങൾ ധാരാളമാണ്. ഒന്നു രണ്ടുമല്ല. പുരുഷന്മാര് ധരിക്കുന്ന അതേ വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായ ഒരുപാട് കേടുവരുന്നുണ്ട്, സാംസ്കാരികമായ ഒരുപാട് കേടുകൾ വരുന്നുണ്ട്, ആത്മീയമായ ഒരുപാട് ദുരന്തങ്ങൾ വരുന്നുണ്ട്. സഹോദരങ്ങളെ, ആ രീതിയിൽ തന്നെയാണ് തിരിച്ചും. സ്ത്രീകളുടെ വേഷം പുരുഷൻ സ്വീകരിക്കാവതല്ല, പുരുഷന്മാരൊരു നിലക്കും സ്വീകരിക്കാവതല്ല. അതൊരാഘോഷത്തിന്റെ ഭാഗമായിട്ട് പോലും പറ്റൂല. നാട്ടിൽ നടക്കുന്ന ഒരാഘോഷം എന്ന് കൂട്ടിക്കോളൂ, ആ ആഘോഷത്തിന്റെ പേരിൽ സ്ത്രീകളുടെ വേഷം പുരുഷൻ ധരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ഒരു സ്ത്രീയെ പോലെ അഭിനയിച്ച് പുരുഷനത് പറ്റുമോ? പറ്റില്ല. ഒരാഘോഷത്തിന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിലും പറ്റൂല. പുരുഷന്മാർക്ക് അവരുടേതായ ഒരു വസ്ത്രമുണ്ട്, സ്ത്രീകൾക്ക് അവരുടേതായ ഒരു വസ്ത്രമുണ്ട്. അതുകൊണ്ടല്ലേ കയ്യിനും കാലിനും മൈലാഞ്ചിയിട്ട ഒരു സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിൽ കൊണ്ടുവന്നപ്പോ ആ സ്വഹാബിയെ പറ്റി എന്താണ് മറ്റു സ്വഹാബിമാരൊക്കെ വിളിച്ചത്? മുഖന്നത്ത് എന്നാണ്. മുഖന്നത്ത് എന്ന വാക്കിന്റെ അർത്ഥം പെൺകൂസൻ എന്നാണ്. പെണ്ണിന്റെ പണി ആണ് ചെയ്താൽ പറയാൻ പറ്റുന്നൊരു പേരാണത്. കയ്യിനും കാലിനും നിറയെ മൈലാഞ്ചിടൽ അത് പുരുഷന് സുന്നത്തില്ല. എന്നു മാത്രമല്ല ഹറാമാണ്, എന്നു മാത്രമല്ല കബീറത്താണ്, വൻകുറ്റമാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സവാജിറിൽ രേഖപ്പെടുത്തിയത് കാണാം. അത് ചെറുദോഷമല്ല, വൻദോഷമാണ്. കയ്യിനും കാലിനൊക്കെ മൈലാഞ്ചി. അപ്പൊ ചിലര് ഉസ്താദെ, കല്യാണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലേ ഉണ്ടാകുള്ളൂ. അപ്പൊ അന്നെങ്കിലും ഒരു അനുവദനീയ ഇസ്ലാം തരാത്തതുകൊണ്ട് ഇസ്ലാം എന്തൊരു പരിമിതമായ മതമാണ്. പുരുഷന് സൗന്ദര്യം കൂടാന് കയ്യിനും കാലിനൊന്നും കല്യാണ ദിവസം മൈലാഞ്ചി തേക്കണ്ട. അവന് ചേലത്തെ നല്ല ഒരു പുതുമയുള്ള വസ്ത്രം ധരിച്ച് നല്ല വൃത്തിയിൽ മുടിക്ക് കുറച്ച് എണ്ണൊക്കെ തേച്ച് നല്ലോണം വാർന്നു വെച്ച് നല്ല റാഹത്തോടെ അത്രയൊക്കെ തേച്ച് പുറത്തിറങ്ങിയാൽ തന്നെ ആളുകൾ പറയും പുതുമാരൻ അതാ വരുന്നത്. ചിലരൊക്കെ പുതിയാപ്പിളക്കാലും കേമമുള്ള വസ്ത്രം ധരിച്ച് കല്യാണപ്പുരയിൽ വരുമ്പോ ആൾക്കാർ സംശയം കൊണ്ട് ചോദിക്കൂല, നിങ്ങളാണോ പുതിയാപ്പിള, നിങ്ങളാണോ പുതുമാരെന്ന് ചോദിക്കൂ. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? പുരുഷന് നല്ല വേഷം നല്ല വസ്ത്രം ധരിച്ചാൽ തന്നെ സൗന്ദര്യം വർധനമാണ്, കൂടുതലാണ്. പിന്നെ മേക്കപ്പുകളുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ അവന്റെ ശരീരത്തിൽ നിന്ന് അവനോട് വെട്ടാനും ക്ലിയർ ആക്കാനും പറഞ്ഞ ഭാഗങ്ങളുണ്ട്. അതും കൂടി ഒന്നുകൂടി റെഡിയാക്കിയാൽ കുറച്ചുകൂടി സൗന്ദര്യം കൂടി. അങ്ങനെയാണ് അവന്റെ സൗന്ദര്യം. സ്ത്രീകൾക്ക് അങ്ങനെയല്ല. അവർക്ക് ധാരാളം സൗന്ദര്യങ്ങൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. സ്വർണ്ണാഭരണം അതിന്റെ ഭാഗമാണ്, പട്ടുവസ്ത്രം അതിന്റെ ഭാഗമാണ്. ചിലര് പറയുന്നു ഇസ്ലാം വളരെ ചുരുക്കി കാണുന്നു. അല്ല, സ്വർണ്ണാഭരണങ്ങൾ സഹോദരനില്ലല്ലോ, പുരുഷനില്ലല്ലോ, പുരുഷനതിന്റെ ആവശ്യമില്ല. സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണം അനുവദനീയമാണ്, പട്ടുവസ്ത്രങ്ങൾ അനുവദനീയമാണ്. സൗന്ദര്യത്തിന്റെ ഭാഗമല്ലേ സഹോദരങ്ങളെ? ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ സ്ത്രീകൾക്ക് വലിയ പരിശുദ്ധിയല്ലേ, വലിയ സൗന്ദര്യമല്ലേ? സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആഭരണങ്ങൾക്കൊപ്പം നല്ല പട്ടുവസ്ത്രം കൂടി ധരിച്ചാൽ എന്തൊരു സൗന്ദര്യമാണ്. മൈലാഞ്ചി അവർക്ക് സുന്നത്താണ്. വിവാഹിതയായ സഹോദരിമാർക്ക് കയ്യിനും കാലിനും മൈലാഞ്ചി തേക്കൽ സുന്നത്താണ്. വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കിയ സുന്നത്താണ്. എന്തെല്ലാം സുന്നത്തുകളാണ്? അവർ മുടി മുറിക്കരുത്, മുടി വളർത്തണം. പുരുഷനെ പോലെ അവർ മാസം കൂടുമ്പോ മുടി അങ്ങനെ വെട്ടിപ്പോകരുത്, മുടി അവരങ്ങനെ വളർത്തണം. പുരുഷന്റെ മാതിരി മുടി അവർ വടിക്കാൻ പാടില്ല. ഹജ്ജിന് പോയാലും ഉംറക്ക് പോയാലും സ്ത്രീകൾ മുടി വെട്ടുകയാണല്ലോ വേണ്ടത്, തലമുണ്ടനം ചെയ്യാവതല്ല. അവർക്കത് പ്രത്യേകം സുന്നത്തില്ല. അതും അവരെ ഭംഗി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിച്ചതാണ്. നോക്ക് നിങ്ങൾ, ഇസ്ലാം നൽകുന്ന പരിശുദ്ധിയും സൗന്ദര്യവും തന്നെ ധാരാളമാണ്. അതുകൊണ്ട് അനുവദനീയമായ മാർഗങ്ങൾ സ്വീകരിച്ച് അല്ലാത്തത് വിട്ടേക്കണം.
അനുവദിച്ചതും നൽകിയതും സ്വീകരിക്കാൻ പറഞ്ഞതും ഒഴിവാക്കാൻ പറഞ്ഞ് തിരിച്ച് നമ്മൾ സ്വീകരിച്ചാലോ നമ്മൾ ഖുർആനിനോട് സ്വന്തം ശരീരത്തോട്